ഞാനിനി അവർ ചോറുണ്ണാൻ വരുമ്പോൾ എഴുന്നേക്കും. അന്നേരമേ ഉള്ളു. എല്ലാവരും എല്ലാവരും വെളിയിലോട്ട് പോയേക്കോ. ഞാനും എൻ്റെ കുഞ്ഞു ആവയും കൂടെ ഉള്ളു ഇവിടെ. ഞങ്ങൾ രണ്ടും ഇവിടെ കുത്തിയിരിക്കും. ഒരാൾ ടി വിയുടെ അവിടെ, ഒരാൾ ലൈവിൽ. കേൾക്കുന്നില്ലേ മെസ്സേജ്? ഓ, വൃന്ദ ലൈക്ക് 48 തന്നു. കാന്താരി ഹായ്, ലൈവിലേക്ക് സ്വാഗതം. വൃന്ദ എന്ന് വിളിക്കുന്നുണ്ട്. ഈദ് മുബാറക്ക് കാന്താരി. ഒരു 4 ലൈക്ക് കിട്ടിയാൽ 50 ആവുമെന്ന് പറയുന്നു. അതെ അതെ, എല്ലാവരും പോയോന്ന് ചോദിക്കുന്നു. സെയിം ടു ഉസ്മാൻ എന്ന് പറയുന്നുണ്ട്. ലൈക്ക് 49 വൃന്ദ. താങ്ക് യു വൃന്ദ കുട്ടി. ഇവിടെ 48. നമ്മുടെ ശ്രീജിത്ത് വന്നായിരുന്നു ഇന്ന്. കാന്താരി ഫുഡൊക്കെ കഴിച്ചോ? ഹായ് അനിൽകുമാർ, ലൈവിലേക്ക് സ്വാഗതം. ലൈക്ക് 50 തന്നു. താങ്ക് യു ശ്രീനിവാസ്. ഹായ്, ലൈവിലേക്ക് സ്വാഗതം. എത്ര നാളായി കണ്ടിട്ട്. ഓരോ ഗ്രേഡ് കൂടുന്തോറും ബിസിയാന്ന് പറയുന്നത് ശരിയാ. മുത്തച്ഛനായപ്പോഴത്തേന് കാണാനും ഇല്ല, കേൾക്കാനും ഇല്ല. ഞാനിപ്പോൾ ഒരു മുത്തശ്ശിയെ ഒരു പേരക്കുട്ടീനെ പാത്ത് ഇരിക്കുക. ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കുമെന്ന് പറയുന്നു. സുഖമായിട്ടിരിക്കുന്നു. കൊച്ചുമോൻ എന്തു പറയുന്നു? എൻ്റെ കൂടെ എൻ്റെ പേരക്കുട്ടിയുണ്ട്. ഹായ് ശ്രീനേട്ട, സുഖമാണോ? എന്തോ വിശേഷം? ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നു. ലൈക്ക് 50. താങ്ക് യു. കൊച്ചുമോൻ സുഖമാണെന്ന് പറയുന്നു. അതെ അതെ, വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ഹായ് കാന്താരി എന്ന് പറയുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ചോറ് കൊടുപ്പൊക്കെ കഴിഞ്ഞല്ലേ? ഇപ്പോൾ 1 വയസ്സ് മേളിലായെന്ന് തോന്നുന്നില്ലേ? ഭാവയ്ക്ക് സുഖമാണ് ചേട്ടായി എന്ന് പറയുന്നു. മാഡം അപ്പോൾ എൻജോയ് ചെയ്യാം കൊച്ചുമോനുമായിട്ടെന്ന് പറയുന്നു. കൊച്ചുമോള് എൻജോയ് ചെയ്യാൻ ഞാൻ ലൈവ് എടുത്ത് ഭയങ്കര കയറുക. എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പിണങ്ങിപ്പോയി ടി വിയുടെ മുമ്പിലിരിക്കുന്നു. ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഇത് തീരാതെ എന്നെ കിട്ടത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇപ്പം ഇങ്ങ് വരാമെന്നും പറഞ്ഞിട്ട് പോരുന്നേ. ഇത് ചോറൂണ് കഴിഞ്ഞ് ഇപ്പോൾ 7 മാസമായി. ഓക്കെ, നമ്മുടെ വൃന്ദയും കൊച്ചുമോനുമായിട്ട് കുത്തിയിരിക്കുക. ഇപ്പം അമ്മൂമ്മമാരാവുന്നതും അപ്പൂപ്പന്മാരാവുന്നതും ഒരു വലിയ ഭാഗ്യമാണ്. നമുക്ക് നമ്മുടെ മക്കളെ സ്നേഹിച്ചതിൽ കൂടുതൽ കൊച്ചുമക്കളെ സ്നേഹിക്കാൻ പറ്റുന്നത്. ലൈക്ക് 52 ആയി എന്ന് പറയുന്നത്. താങ്ക് യു വൃന്ദക്കുട്ടി. ലൈവ് തീർന്നിട്ട് അവളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കണം. അത് ഇരിക്കും. ഇരുന്നിട്ടാണ് വന്നത്. ഇരുന്ന് ചോറൊക്കെ തന്നെ തിന്നുന്ന. ഇന്ന് ഞാൻ വാരി കൊടുക്കണമെന്നും പറഞ്ഞ് രാവിലെ വാരി കൊടുപ്പിച്ചു. അച്ഛനും അമ്മയും അതുകൊണ്ട് വഴക്കുണ്ടാക്കും. അമ്മമ്മ കൊഞ്ഞിച്ച് വഷളാക്കുമെന്നും പറഞ്ഞ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വാരി കൊടുക്കണം ഞാൻ. എന്താ ചേട്ടായി എന്ന് പറയുന്നുണ്ട്.